ഗുഡ് മോർണിംഗ് ഓൾ. അങ്ങനെ ഒരു പുതിയൊരു ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി വീക്കിലി അടിസ്ഥാനത്തിൽ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. വെള്ളിയാഴ്ച നല്ലൊരു സെൽ ഓഫ് കണ്ടു. FIs കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ ദിവസവും സെല്ലിംഗ് മോഡിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഒരു വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വാർത്ത, ഈ US-ഉം യൂറോപ്യൻ യൂണിയനും തമ്മിൽ ട്രേഡ് ഡീൽ സൈൻ ചെയ്തെന്നുള്ളതാണ്. 15% ആണ്. അപ്പോൾ 25 ആയിരുന്നു, അത് 15% എന്നുള്ളത് പോസിറ്റീവാണ്. ജപ്പാനും US-ഉം എങ്ങനെയാണോ സൈൻ ചെയ്തത് സമാനമായ രീതിയിലുള്ള കണ്ടീഷൻ വെച്ചാണ് യൂറോപ്യൻ യൂണിയനും US-ഉം തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമെന്നോണം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ പോസിറ്റീവിലാണ് ട്രേഡിങ് തുടരുന്നത്. ഈ ഒരാഴ്ച US-ൻ്റെ GDP ഡേറ്റ ജൂലൈ 30 വരുന്നുണ്ട്. US-ലെ വളരെ റീസെൻ്റായിട്ട് വന്ന ഇൻഫ്ലേഷൻ ഡേറ്റ നെഗറ്റീവായിരുന്നു. ഇനിയിപ്പോൾ GDP ഡേറ്റ വളരെയധികം വാച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ട്രംപിൻ്റെ ഒരു താരിഫ് തീരുമാനങ്ങൾക്ക് ശേഷം വരുന്ന ഒരു GDP ഡേറ്റയാണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ അദാനി ഗ്രീൻ, അജന്ത ഫാർമ, അരവിന്ദ് ഫാഷൻ, അദാനി ടോട്ടൽ ഗ്യാസ്, BL, ഗെയിൽ, IFL തുടങ്ങിയ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടുകളുണ്ട്. അത് നിങ്ങൾക്ക് നമ്മളുടെ ട്രേഡ് ബഡി ടാബിൽ നോക്കാം. അതുപോലെ US-ലെ GDP ഡേറ്റ പോലെ തന്നെ ഒരുപാട് ഗ്ലോബൽ ഈവൻറ്റും ഉണ്ട്. അതും ഗ്ലോബൽ ഈവൻറ്റ് ടാബിൽ ലഭ്യമാണ്. ഈ ഒരാഴ്ചയുടെ റിസൾട്ട് കലണ്ടറും കൂടാതെ IPO ഡീറ്റെയിൽസും ഏതൊക്കെ കമ്പനീസിൻ്റെ റെക്കോർഡ് ഡേറ്റ് എന്നാണ് എന്നുള്ളതൊക്കെ നമ്മുടെ ട്രേഡ് ബഡി ടാബിലുണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ട്രേഡ് ബഡി ടാബിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്യാം. അത് നിങ്ങൾ എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഇതാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗ്ലോബൽ മാർക്കറ്റ്. ഏറ്റവും താഴെ കാണാം ഡോ ഫ്യൂച്ചർ. ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോ ഫ്യൂച്ചർ പ്ലസ് ആണ്, 165 പോയിൻറ്റ് പ്ലസ് ആണ്. കൂടാതെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിലും ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 1000 പോയിൻറ്റ് റാലിയിലും ഒക്കെയാണ് ഉള്ളത്. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. പൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. സെയിൽ കമ്പനി 811% ഇയർ ഓൺ ഇയർ ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. പെട്രോനെറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഏകദേശം ഇവരുടെയൊക്കെ ഉണ്ടായിട്ടുള്ളത് 834 കോടി രൂപയാണ്. അത് 21% നെറ്റ് പ്രോഫിറ്റിൽ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ടാറ്റ കെമിക്കൽ കമ്പനി 68% നെറ്റ് പ്രോഫിറ്റ് വർധനവ്. പൂൻവാല ഫിൻകോർപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 291 നിന്ന് 62 കോടി രൂപയിലേക്ക് ഇടിഞ്ഞു. അതുപോലെ ആധാർ ഹൗസിംഗ് ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 18% ഉയർച്ച കൈവരിച്ച് 237 കോടി രൂപയായി. VA ടെക് വെബാഗ് കമ്പനി 380 കോടി രൂപയുടെ ഓർഡർ ഇവർക്ക് ലഭിച്ചു. ശോഭ റിയൽ എസ്റ്റേറ്റ് കമ്പനി ഇവർ റവന്യൂ 33% ഉയർന്നു, നെറ്റ് പ്രോഫിറ്റിലും വർധനവുണ്ട്. ഹോം ഫസ്റ്റ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റും 35% വർദ്ധിച്ചു. ദാനി സർവീസ് 82 കോടി രൂപ ലോസിൽ നിന്ന് 6 കോടി രൂപ ഇത്തവണ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ബ്രിഗേഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് 1000 കോടി രൂപയുടെ അൾട്രാ പ്രീമിയം പ്രൊജക്റ്റ് അവർ ചെയ്യാൻ ധാരണയായി. ഓറിയൻ്റ് സിമെൻറ്റ് 36 കോടി രൂപയിൽ നിന്ന് 200 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കൊട്ടാക് ബാങ്കാണ് ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നം. നെറ്റ് പ്രോഫിറ്റ് 7% ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസും നെറ്റ് പ്രോഫിറ്റ് 41% ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആഫിൽ ഇന്ത്യ എന്നാൽ 86 നിന്ന് 105 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ലോധ ഡെവലപ്പേഴ്സ് മാക്രോടെക് ഡെവലപ്പേഴ്സാണ് ബോംബെ ആസ്ഥാനമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനി 475 നിന്ന് 675 പ്രോഫിറ്റ് ഉയർത്തി. പ്രീമിയം എനർജി കമ്പനി 198 നിന്ന് 300 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ട്രേഡബിൾ ടാബിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ചെക്ക് ചെയ്യാം. എല്ലാവർക്കും ശുഭദിനം. വീണ്ടും താങ്ക് യു.